إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الحدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المسلمون عباد الله സഹോദരങ്ങളെ, അനുഗ്രഹീതമായ റമദാൻ മാസത്തിന്റെ പടിവാതിൽക്കലാണ് നാം എത്തിയിട്ടുള്ളത്. ഏതാനും ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള മഹത്തായ മാസമാണ് റമദാൻ. قال الله عز وجل يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് മുമ്പുള്ളവരോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളോടും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ പാലിക്കുന്നവരാകാൻ വേണ്ടി. വജാഅ ഫി സ്വഹീഹൈൻ മിൻ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ മിൻഹാ സൗമു ശഹ്രി റമദാൻ. ഇസ്ലാം കാര്യങ്ങളിൽ, ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ പെട്ട ഒന്നാണ് റമദാൻ മാസത്തിലെ നോമ്പ്. മുസ്ലിമായ, ബുദ്ധിയുള്ള, പ്രായപൂർത്തിയെത്തിയ, ശാരീരികമായി കഴിവുള്ള, യാത്രക്കാരനല്ലാത്ത ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും മേൽ റമദാനിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. റമദാൻ എന്നത് അനുഗ്രഹങ്ങളുടെ മാസമാണ്, ബറക്കത്തുകൾ നിറഞ്ഞിട്ടുള്ള മാസമാണ്. അത് ഖുർആനിന്റെ മാസമാണ്. ഖാല അല്ലാഹു അസ്സ വജൽ ശഹ്റു റമദാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് നേർവഴി കാണിക്കുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമദാൻ മാസം. സഹോദരങ്ങളെ, റമദാൻ മാസം സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസമാണ്, നരകവാതിലുകൾ അടക്കപ്പെടുന്ന മാസമാണ്, ശൈത്താനുകൾ ചങ്ങലക്കിടപ്പെടുന്ന മാസമാണ്. روى الإمام الترمذي من حديث أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إذا كان أول ليلة من شهر رمضان
فتحت أبواب الجنة فلم يغلق منها باب وغلقت أبواب النار فلم يفتح منها باب وصفدت الشياطين ومردة الجن وينادي منادي يا باغي الخير أقبل ويا باغي الشر أقصر ولله عتقاء من النار وذلك في كل ليلة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിന്റെ ആദ്യ രാത്രിയായി കഴിഞ്ഞാൽ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും. പിന്നീട് ആ മാസത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾ ഒരിക്കലും അടക്കപ്പെടുകയില്ല. റമദാനിന്റെ ആദ്യ രാത്രിയായി കഴിഞ്ഞാൽ നരകവാതിലുകൾ അടക്കപ്പെടും. ആ മാസത്തിൽ പിന്നെ നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. ശൈത്താനുകളും പരുക്കനായ ജിന്നുകളും ചങ്ങലക്കിടപ്പെടും. റമദാനിന്റെ ആദ്യ രാത്രിയായി കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, ഹേ നന്മ തേടുന്നവനെ നീ മുന്നോട്ട് വാ. യാ ബാഗിയ ശർ അഖ്സിർ, ഹേ തിന്മ തേടുന്നവനെ നീ മതിയാക്ക്, അവസാനിപ്പിക്കൂ. വലില്ലാഹി ഉതഖാഉ മിനൻ നാർ, റമദാനിൽ അല്ലാഹു തആലക്ക് ചില അടിമകളുണ്ട്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ അടിമകളുണ്ട് റമദാനിന്റെ ഓരോ രാത്രിയിലും. റമദാൻ മാസം എന്നത് ഔദാര്യത്തിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാനുള്ള മാസമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മാസമാണ്. നന്മയിലും പുണ്യത്തിലും മുന്നേറാനുള്ള മാസമാണ്. ജാഅ ഫി സ്വഹീഹൈൻ മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അജ്വദു الناس وكان أجود ما يكون في رمضان حين يلقاه جبريل وكان يلقاه في كل ليلة من رمضان فيدارسه القرآن فلرسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഔദാര്യമുള്ളവനായിരുന്നു. റമദാൻ മാസമായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഔദാര്യമുള്ളവനായി തീരും. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരും. എല്ലാ രാത്രിയിലും, റമദാനിന്റെ ഓരോ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരും. എന്നിട്ട് അവർ പരസ്പരം ഖുർആൻ പഠിക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും ഉദാരവാനായി തീരും, ഔദാര്യമുള്ളവനായി തീരും. ഒരു കാറ്റടിച്ചു വീശുമ്പോ അത് കടന്നു പോകുന്ന വഴിയിലുള്ളതിനെയെല്ലാം തൊട്ട് തലോടിക്കൊണ്ടു പോകുന്നത് പോലെ അതിനേക്കാളും ഔദാര്യവാനാകുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ. റമദാനിൽ ധാരാളം ശ്രേഷ്ഠതകളുണ്ട് സഹോദരങ്ങളെ. റമദാൻ എന്നത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാസമാണ്. ജാഅ ഫി സ്വഹീഹൈൻ മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും റമദാനിൽ രാത്രിയിൽ നമസ്കരിച്ചാൽ, തറാവീഹ് നമസ്കാരം, രാത്രി ഖിയാമുൽ ലൈൽ നമസ്കാരം, ഈമാനോട് കൂടി അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാവ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ് അത് റമദാനിലാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. وقال النبي صلى الله عليه وسلم من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. ആരാണോ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നമസ്കരിക്കുന്നത്, തറാവീഹ് നമസ്കരിക്കുന്നത്, ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നത്, അവന്റെ മുൻ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് റമദാനിൽ. അതിൽ ചിലത് മാത്രമാണ് നാം കേട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, റമദാനിന്റെ പകലും രാത്രിയും എല്ലാം അനുഗ്രഹമുള്ളതാണ്. ധാരാളം ബറക്കത്തുകൾ ഉള്ളതാണ്. അതിൽ നോമ്പാകട്ടെ, നമസ്കാരമാകട്ടെ,
സ്വതക്കയാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, കുടുംബബന്ധം ചേർക്കലാകട്ടെ, മറ്റേത് സൽക്കർമ്മങ്ങളാകട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ റമദാനിന്റെ ഖൈറുകൾ നഷ്ടപ്പെടുത്തി കളയുക എന്നത് ഒരിക്കലും ചേർന്നതല്ല. ആ റമദാനിന്റെ ബറക്കത്തുകൾ നഷ്ടപ്പെടുത്തുക എന്നത് ഒരു മുഅ്മിനിന് ചേർന്നിട്ടുള്ളതല്ല. നേരെ മറിച്ചവൻ റമദാനിൽ മുന്നിടണം. റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുന്നിട്ടിറങ്ങണം. അല്ലാഹുവിനോടുള്ള ഇബാദത്തിലേക്ക് മുന്നിടണം. അവനറിയില്ല, ഒരുപക്ഷെ അത് അവന്റെ അവസാനത്തെ റമദാനായിരിക്കാം. അവന്റെ ജീവിതത്തിൽ ഒരു റമദാൻ വന്നേക്കുകയില്ല. ഒരുപക്ഷെ ഇത് അവന്റെ അവസാനത്തെ റമദാനായിരിക്കാം. അടുത്ത വർഷം അവന് റമദാൻ ലഭിക്കുമോ? ലഭിച്ചാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നോമ്പെടുക്കാൻ അവന് ശാരീരികമായി ആരോഗ്യമുണ്ടാകുമോ, സാധിക്കുമോ എന്ന് അവനറിയില്ല. അതുകൊണ്ട് ഇതൊരു അവസരമായി കൊണ്ട് അവൻ എടുക്കണം. അവസരങ്ങൾ എന്നത് എന്നും എപ്പോഴും വന്നെത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല. നേരെ മറിച്ച് അവസരങ്ങൾ വന്നെത്തിയാൽ അത് മുതലെടുക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുന്നിടുകയാണ് വേണ്ടത്. അല്ലാഹു തആലയുടെ സ്വർഗത്തിലേക്ക്, അവനിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതുപോലെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്, ആകാശഭൂമികളോളം വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്കാണ്. സഹോദരങ്ങളെ, റമദാൻ അതേതാനും ചില എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ്. അയ്യാമൻ മഅദൂദാത്ത്, ഏതാനും ചില ദിവസങ്ങൾ മാത്രം. അതിന്റെ ഖൈറുകൾ നഷ്ടപ്പെടുത്തിയവൻ എല്ലാ ഖൈറുകളും നഷ്ടപ്പെടുത്തി. ആർക്കാണോ റമദാനിന്റെ ഖൈർ തടയപ്പെട്ടത്, അവനെല്ലാ ഖൈറുകളും തടയപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറുകയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിലും കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എന്തിനാണ് ആമീൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എന്നിട്ട് പ്രകാരം പറഞ്ഞു, മൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ലഹു അബഅദഹു അല്ലാഹ്. ആർക്ക് റമദാൻ ആഗതമാകുകയും റമദാനിൽ ജീവിക്കാൻ അവസരമുണ്ടാകുകയും എന്നിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്തുവോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അകറ്റിക്കളയട്ടെ. അല്ലാഹുവിന്റെ സ്വർഗത്തെ തൊട്ട് അല്ലാഹു തആല അവൻ അകറ്റട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട്, അവന്റെ മഗ്ഫിറത്തിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ആമീൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. നാം സൂക്ഷിക്കണം. നമ്മൾ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമോ എന്ന് നാം ഭയപ്പെടണം. റമദാനിൽ ജീവിക്കാൻ അവസരമുണ്ടായിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം നമുക്കുണ്ടാകുമോ എന്ന് നാം ഭയപ്പെടേണ്ടതാണ്. സഹോദരങ്ങളെ, റമദാനിനെ ജനങ്ങൾ കാണുന്നത്, അതിൽ സ്വീകരിക്കുന്നത് പലതരത്തിലാണ്. വ്യത്യസ്തമായ രീതിയിലാണ് ജനങ്ങൾ റമദാനിനെ കണക്കാക്കിയിട്ടുള്ളത്. റമദാനിന്റെ പകലുകളെയും രാത്രികളെയും അവർ ചെലവഴിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അവരിൽ ഒരു വിഭാഗം ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ റമദാനിന്റെ പകലിനെയും രാത്രിയെയും വിനിയോഗിക്കുന്നവരാണ്. റമദാനിനെ ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ. അവരുടെ കൂട്ടത്തിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടവർ അല്ലാഹുവിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് മുന്നിടും. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല, ജനങ്ങളിൽ നിന്ന് പ്രശസ്തിക്ക് വേണ്ടിയല്ല, ജനങ്ങൾ തന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ നിന്നുള്ള പാപമോചനം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നവരാണ്. നന്മയിൽ മുന്നേറുന്നവരാണ്. രാത്രി നമസ്കരിച്ചുകൊണ്ടും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും റമദാനിന്റെ പകലുകളെയും രാത്രികളെയും സജീവമാക്കുന്നവരാണ്. ആ റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരാണവർ. അവർ അല്ലാഹുവിനാൽ തൗഫീഖ് നൽകപ്പെട്ടവരാണ്.
സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ റമദാനിലാകട്ടെ അല്ലാത്ത സമയങ്ങളിലാകട്ടെ അത്യുത്സാഹം കാണിക്കുന്ന ആളുകളാണ് അവർ ജനങ്ങളിൽ ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം ജനങ്ങളിൽ അവർ റമദാനിനെ പാഴാക്കി കളയുന്നവരാണ്. റമദാൻ അവർക്ക് വന്നെത്തിയിട്ടും തങ്ങൾ റമദാനിൽ പ്രവേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാത്തതുപോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. മറ്റു മാസങ്ങളിൽ അവർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവർ റമദാനിലും അവരുടെ സംസാരവും പ്രവൃത്തിയും. രാത്രികളിൽ ഇമാമിന്റെ കൂടെ തറാവീഹ് ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കുന്ന സമയങ്ങളിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്തുകൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഇബാദത്ത് ചെയ്യേണ്ട സമയം അവർ അങ്ങാടികളിലാണ്. തങ്ങളുടെ കൂട്ടുകാരോടൊത്ത് കുടുംബത്തോടൊത്ത് കളിയിലും തമാശയിലും വിനോദത്തിലും ഏർപ്പെട്ടവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലമൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിന്റെ രാത്രിയിൽ രാത്രി നമസ്കാരത്തിൽ ഏർപ്പെട്ട് അത്തരം ഈമാനോടുകൂടി പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾക്ക് അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. ആ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ ആളുകളാണവർ. ആ അവസരം പാഴാക്കി കളഞ്ഞ ആളുകളാണവർ. ജനങ്ങളിൽ മറ്റൊരു വിഭാഗം അവർ റമദാൻ മാസത്തെ ഉറക്കത്തിന്റെയും മടിയുടെയും അലസതയുടെയും മാസമായിക്കൊണ്ട് ഏറ്റെടുത്തവരാണ്. ഉറങ്ങാനുള്ള മാസം, മടിയുടെ മാസം, അലസതയുടെ മാസം. നേരത്തെ പറഞ്ഞ ആളുകൾ രാത്രിയിൽ അങ്ങാടികളിലൂടെ കറങ്ങി നടന്നുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പാതിരാത്രിയും കഴിഞ്ഞ അത്താഴം കഴിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ. എന്നിട്ട് ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയില്ല, സുബഹി നമസ്കാരമില്ല. സുബഹിന്റെ നമസ്കാരം സമയത്ത് കിടന്നുറങ്ങും. എന്നിട്ട് എഴുന്നേൽക്കുന്നത് മഗ്രിബാമിന് മുമ്പാണ്. മഗ്രിബ് നമസ്കാരത്തിന് തൊട്ടു മുമ്പാണ് എഴുന്നേൽക്കുക. ളുഹർ നമസ്കാരം നഷ്ടപ്പെടുത്തി, അസർ നമസ്കാരം നഷ്ടപ്പെടുത്തി. ഉറക്കത്തിന്റെ പേരിൽ ഉറക്കം കുറക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുന്നിടണം. ഇബാദത്തുകൾ ഒരുപാട് ചെയ്യാനുണ്ട്, ഇബാദത്തുകൾ അധികരിപ്പിക്കാനുണ്ട്, ഖുർആൻ പാരായണം അധികരിപ്പിക്കാനുണ്ട്, സ്വതക്കയും ദാനധർമ്മങ്ങളും ചെയ്യാനുണ്ട്, കുടുംബബന്ധം ചേർക്കാനുണ്ട്. അല്ലാഹുവിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് മുന്നിടേണ്ട സമയമാണ്. അത് ഉറക്കം മൂലം നിനക്ക് എത്ര ഖൈറുകളാണ് നീ റമദാനിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പകൽ മുഴുവൻ കിടന്നുറങ്ങുകയാണ്, ഫജ്ർ നമസ്കാരമില്ല, അതേപോലെ തന്നെ മറ്റു നമസ്കാരങ്ങളില്ല. എന്നിട്ട് അവൻ എഴുന്നേൽക്കുന്നത് മഗ്രിബിന് തൊട്ടു മുമ്പ്. അവൻ പറയുന്നു, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാണെന്ന് അവൻ അവകാശപ്പെടുകയാണ്. ഏതുതരം നോമ്പാണത്? എന്ത് നോമ്പാണത്? ഫർളായ നമസ്കാരങ്ങൾ മനഃപൂർവ്വം പാഴാക്കി കളഞ്ഞവൻ കാഫിറാണ്. ഇസ്ലാമിന്റെ വിധി അപ്രകാരമാണ്. അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പല്ല, ഒരു സൽക്കർമ്മം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വ ബിറസൂലിഹി. നസ്അലുല്ലാഹ അൽ-ആഫിയത വസ്സലാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على سيد الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أيها المسلمون عباد الله. സഹോദരങ്ങളെ, ജനങ്ങളിൽ ചില വിഭാഗം ആളുകൾ അവർ റമദാൻ മാസത്തെ മാറ്റിയിട്ടുള്ളത്, കണക്കാക്കിയിട്ടുള്ളത് തീറ്റയുടെയും കുടിയുടെയും ഭക്ഷണത്തിന്റെയും മാസമായി കൊണ്ടാണ്. റമദാനിനു വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കാൻ വേണ്ടി അവർ രാവിലെ മുതൽ ദുഹർ വരെ, ദുഹർ മുതൽ മഗ്രിബ് വരെ അങ്ങാടികളിലൂടെ കറങ്ങി നടക്കുകയാണ്. കടകൾ മാറി മാറി കയറി ഇറങ്ങുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് താൻ ഉദ്ദേശിച്ച വിഭവങ്ങൾ ഒരുക്കണം, താൻ ഉദ്ദേശിച്ചിട്ടുള്ള പലഹാരങ്ങൾ ഒരുക്കണം. അതിന് കിട്ടുന്ന സാധനങ്ങൾ എവിടെയാണ്? ഏത് കടയിലാണ്? റമദാനിന്റെ പകൽ മുഴുവൻ അങ്ങാടികളിൽ തിരച്ചിലാണ്, അന്വേഷണത്തിലാണ്. എത്ര സമയമാണ് റമദാനിൽ അവൻ പാഴാക്കി കളയുന്നത്? റമദാനിന്റെ എത്ര ഹൈറുകളാണ് അവൻ നഷ്ടപ്പെടുത്തി കളയുന്നത്? എന്തിനു വേണ്ടിയാണത്? തന്റെ ആമാശയത്തിന്റെ ആസക്തി തീർക്കാൻ, തന്റെ വയറിന്റെ ശഹവത്ത് തീർക്കാൻ, ആസ്വാദനത്തിന് വേണ്ടി, രുചിക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ മലഅ ഇബ്നു ആദമ വിആഅൻ ശർറൻ മിൻ ബത്ൻ, മാ മലഅ ഇബ്നു ആദം വിആഅൻ ശർറൻ മിൻ ബത്ൻ. വയറിനേക്കാളും മോശമായ ഒരു പാത്രവുമില്ല, മനുഷ്യൻ നിറക്കുന്ന ഒരു പാത്രവുമില്ല. മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറായ, ഏറ്റവും മോശമായ പാത്രമാണ് അവന്റെ വയറ്.
അത് നിറക്കാൻ വേണ്ടിയാണ് റമദാനിന്റെ ഖൈറുകൾ നഷ്ടപ്പെടുത്തുന്ന സമയങ്ങൾ പാഴാക്കി കളയുന്നത്. ബിഹസ്ബി ഇബ്നി ആദം ലുഖൈമാത് യുഖിംന സുൽബഹ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുതുക് നിവർത്താനുള്ള ഭക്ഷണം മാത്രം അവന് മതിയാകുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫൈൻ കാന ലാ മഹാല, ഇനി ഭക്ഷണം അതിനേക്കാളും കൂടുതൽ കഴിച്ചേ പറ്റൂ. ചില ഭക്ഷണങ്ങൾ അങ്ങനെയാണ്, ചില ഭക്ഷണങ്ങൾ കണ്ടാൽ കൊതി വരും, കഴിച്ചേ പറ്റൂ എന്ന അവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ ഫസുലുസുൽ ലിതആമിഹി വസുലുസുൽ ലിശറാബിഹി വസുലുസുൽ ലിനഫസിഹി, ആ വയറിന്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടി, മൂന്നിലൊരു ഭാഗം വെള്ളത്തിന് വേണ്ടി, മൂന്നിലൊരു ഭാഗം ശ്വാസം വിടാൻ വേണ്ടി അവൻ മാറ്റിവെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ആളുകൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വയർ നിറച്ചു കഴിക്കും, എന്നിട്ട് ജമാഅത്ത് നമസ്കാരത്തിന്, മഗ്‌രിബ് നമസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുകയില്ല. വയർ നിറച്ചു കഴിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിൽ നിന്ന് അവൻ അകറ്റിക്കളയും. അത്തരത്തിൽ വയർ നിറച്ച് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സൂക്ഷിക്കേണ്ടതാണ്. ഇബാദത്തിലെ തൊട്ട് അവരത് തടയുന്നുവെങ്കിൽ അല്ലാഹു തആല പറഞ്ഞു, വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക, പക്ഷെ നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്, നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. അത്തരം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. വയർ നിറച്ച് കഴിക്കുക എന്നത് ഭക്ഷണത്തിൽ ചെയ്യുന്ന ഇസ്രാഫാണ്, ദുർവ്യയമാണ്. അതിന്റെ പേരിൽ അവന് ഇബാദത്തുകൾ നഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിനോടുള്ള തആത്തുകളിൽ അവന് സമയമില്ല, അതിന് സാധിക്കുന്നില്ല. അലസതയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കണം. അല്ലാഹു തആല അവനെ കാര്യത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. വയർ നിറച്ച് കഴിക്കുക എന്നത് എന്ന് മാത്രമല്ല, ഭക്ഷണങ്ങൾ ഒരുക്കാൻ, റമദാന്റെ സ്പെഷ്യൽ വിഭവങ്ങൾ ഒരുക്കാൻ തന്റെ ഭാര്യയെ അവൻ ബുദ്ധിമുട്ടിക്കുകയാണ്. തന്റെ ഭാര്യ ളുഹർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലാണ് മഗ്‌രിബ് വരെ. എന്തിനു വേണ്ടിയാണ്? തന്റെ ഭർത്താവിന് പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കണം, പലഹാരങ്ങൾ ഉണ്ടാക്കണം, പ്രത്യേകം പാനീയങ്ങൾ ഉണ്ടാക്കണം. അതിന്റെ പേരിൽ അവൾ അടുക്കളയിൽ തിരക്കിലാണ്. അവളെപ്പോഴാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്? പിന്നെ അവളെപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്തുകൾ കൊണ്ട് മുന്നേറുന്നത്? നീ നിനക്ക് ഖൈർ ആഗ്രഹിക്കുന്നത് പോലെ അവളും അവൾക്ക് ഖൈർ ആഗ്രഹിക്കുന്നുണ്ട്. റമദാൻ മാസത്തിൽ തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ അവളും തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റമദാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ അവളും സൽക്കർമ്മങ്ങൾ കൊണ്ട് റമദാനിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്ത്രീയെയാണ്, ഭാര്യയെയാണ് ഭക്ഷണത്തിന്റെ പേരിൽ നിന്റെ വയറിന്റെ ആസക്തി തീർക്കുന്നതിനു വേണ്ടി അടുക്കളയിൽ നീ തിരക്കിലാക്കി കളയുന്നത്. സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തെ നിനക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് തീറ്റയുടെയും കുടിയുടെയും ഭക്ഷണത്തിന്റെയും മാസമായിട്ടല്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് മുന്നേറാൻ, അവന്റെ സ്വർഗത്തിലേക്ക് മുന്നേറാനുള്ള മാസമായി കൊണ്ടാണ്. ചില ആളുകൾ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റമദാനിൽ എന്ത് തിന്നണം, റമദാനിൽ എന്ത് കുടിക്കണം, എങ്ങനെ തിന്നണം, എങ്ങനെ കുടിക്കണം എന്നത് മാത്രമാണ്. അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അല്ലാഹുവിലേക്ക് ത്വഅത്ത് കൊണ്ട്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറാനുള്ള മാസമായി കൊണ്ട് മാത്രമാണ്. സഹോദരങ്ങളെ, മറ്റു ചില ആളുകൾ, ജനങ്ങളിൽ ചില ആളുകൾ ഈ മാസത്തെ കച്ചവടത്തിനുള്ള സീസണായിക്കൊണ്ട് മാറ്റിയിട്ടുള്ള ആളുകളാണ്. റമദാനിൽ ദുന്യവിയായിട്ടുള്ള ലാഭം കൊയ്യാൻ വേണ്ടി കച്ചവടത്തിന്റെ സീസണായിക്കൊണ്ട് മാറ്റിയ ആളുകളാണ് ജനങ്ങളിൽ ചില ആളുകൾ. റമദാനിൽ കച്ചവടം ചെയ്യൽ ഹറാമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിന്റെ കച്ചവടം കാരണത്താൽ ആ മഹത്തായ മാസത്തിന്റെ ഖൈറുകൾ നിനക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നീ പരിശോധിക്കണം, സ്വയം ചിന്തിക്കണം. ആ കച്ചവടം കാരണത്താൽ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിൽ നീ പുറകോട്ടാണോ, അതിനൊക്കെ സമയം കിട്ടുന്നില്ല എന്ന് നീ പരിശോധിക്കണം. നിന്റെ കച്ചവടം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നിനക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള തറാവീഹ് നമസ്കാരത്തിന് പങ്കെടുക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ എങ്കിൽ നിന്റെ കച്ചവടം നീ അവസാനിപ്പിക്കണം. നീ ചിന്തിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. നിന്റെ കച്ചവടം കാരണത്താൽ ഈ മഹത്തായ മാസത്തിന്റെ ഖൈറുകളും ബറക്കത്തുകളും നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നീ പരിശോധിക്കേണ്ടതാണ്. നേരെ മറിച്ച് നീ ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള, ആഖിറത്തിലേക്കുള്ള കച്ചവടത്തിന്റെ സീസണായി കൊണ്ടാണ് റമദാനെ നീ മാറ്റേണ്ടത്. റമദാൻ എന്നത് ദുനിയവിയായിട്ടുള്ള കച്ചവടത്തിന്റെ സീസണല്ല, നേരെ മറിച്ച് ആഖിറത്തിലേക്കുള്ള കച്ചവടത്തിന്റെ സീസണാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് മുന്നേറാനുള്ള സീസണാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ കൊണ്ട് മുന്നേറാനുള്ള സീസണാണ്. അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് മുന്നേറാനുള്ള സീസണായി കൊണ്ടാണ് നീ റമദാനിനെ മാറ്റേണ്ടത്.
അല്ലാഹു തആല പറഞ്ഞതുപോലെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ ഫനസ്അലുല്ലാഹൽ അലിയ്യൽ അദീം ബിമന്നിഹി വകറമിഹി വഫദ്ലിഹി വഇഹ്സാനിഹി അൻ യുവഫിഖനാ വഇയ്യാകും ലികുല്ലി ഖൈർ വഅൻ യുജന്നിബനാ വഇയ്യാകും കുല്ല ശർരിൻ വദൈർ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين من اليهود والنصارى والملحدين يا رب العالمين. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. إن الحمد لله نحمده ونستعينه